അമ്മേൻ്റെ അടുത്ത് കുറേ പേര് പേഴ്സണൽ ഫൈനാൻസ് കൺസൾട്ടേഷന് വരാറുണ്ട്. പല ഏജ് ഗ്രൂപ്പിലുള്ളവർ, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർ, വേറെ രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെ. അപ്പോൾ പേഴ്സണൽ ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പ്രധാന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? പ്രധാന മിസ്റ്റേക്സ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള മെയിനായിട്ട് 2 കാര്യങ്ങളാണ്. അതിൽ ഒന്ന്, പേഴ്സണൽ ഫൈനാൻസ് ഇസ് വെരി പേഴ്സണൽ. ഓക്കെ, നമ്മുടെ ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വളരെ യുണീക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരാൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം അത് നല്ലതെന്ന് കരുതി നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ നോക്കുമ്പോൾ പലർക്കും തെറ്റ് പറ്റുന്നുണ്ട്. നമ്പർ 2, ഇന്ന് ഒരു ഇൻഫർമേഷൻ ഓവർലോഡാണ് നമുക്ക് ചുറ്റും. കണ്ടമാനം ന്യൂസും ടിപ്സും ഇങ്ങനെ പ്രോഡക്ട്സ് സെയിൽസ് പുഷ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പലർക്കും ആ ക്ലാരിറ്റി ഓഫ് തോട്ട് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മളുടെ സമ്പാദിക്കുന്ന പണം, നമ്മുടെ കയ്യിൽ ബാക്കി വരുന്ന പൈസ ഒരു 1, 2, 3, 4 ഞാൻ ഇതിലേക്കൊക്കെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. ആ ഓർഡർ പലർക്കും തെറ്റി പോകുന്നുണ്ട്. അപ്പൊ അത് പിന്നീട് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ ഞാൻ ഇതായിരുന്നില്ല ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു തോട്ട് ഉണ്ടല്ലോ, ദാറ്റ് ക്യാൻ ബി വെരി സീരിയസ്. ഈ 2 മിസ്റ്റേക്സ് ആണ് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.